മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ, അത് ഇതിനകത്തോട്ട് ഞാൻ അങ്ങ് ഇടുക. ഇത് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ റിഫൈൻഡ് ഓയിലിൽ ചുട്ടെടുക്കാം. ഒരു കപ്പിളാ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നേ. നമസ്തേ, വരൂ വരൂ വരൂ. ഇതാണ് ഭയങ്കര സംശയം, കഴിക്കാൻ ജ്യൂസ് മാത്രമേ ഉള്ളൂ. അയ്യോ ഇല്ല, ഞാൻ കാര്യമായിട്ട് തരും. ഇന്നലെ രാത്രി മുതൽ ഒന്നും തിന്നിട്ടില്ല, ഇവിടെ വരുന്നോണ്ട് ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ലേ? ആരുണ്ടാക്കി കൊടുക്കും? ഒരു ദിവസം പരിപ്പ് കറിയില് കറിവേപ്പില ഇട്ടത്, ഒരു ദിവസം പരിപ്പ് കറിയില് ഇട്ടത്, പല വെറൈറ്റീസ് ആണ്. ചേച്ചി കൂടി പറഞ്ഞോട്ടെ, എനിക്ക് തീർന്നു ജീവിതകാലം മുഴുവൻ പരിപ്പ്. ഞാനൊരു പരിപ്പായി മാറി. ഇന്ന് പറയാൻ പോകുന്ന ഒരു ചെറിയ കാര്യമാണ്. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ്. എന്താണെന്നറിയോ, ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എന്നാ ചെയ്യാൻ നോക്കും? ഒന്നെങ്കിൽ സ്വർണം മേടിച്ചു കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണം. എന്നാൽ ഇതൊക്കെ കൊടുത്താലോ തൃപ്തിയാവുമോ? അതുമില്ല. പക്ഷെ തൃപ്തിയാവുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മേഖല. ആ അന്നം കൊടുത്താൽ മതി എന്ന് പറയാത്ത ഒരു വ്യക്തികളും ഇല്ല. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരുപാട് വേണമെന്ന് പറയില്ലല്ലോ. പക്ഷേ ഒരാളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എന്നാ ചെയ്യാൻ നോക്കും? അതാണ് ഏറ്റവും വലിയൊരു കാര്യം എനിക്കിന്ന് പറയാനുള്ളത്. എന്നാൽ ഒരു മൂഡ് ഔട്ടായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ അടുത്ത് പോയിട്ട് നമുക്കൊന്നുമില്ല, രണ്ട് വർത്തമാനത്തെക്കാട്ടിലും ആദ്യം ഒരു ചെറിയൊരു സ്മൈല് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ എന്നാ സന്തോഷമായിരിക്കും അല്ലേ? ഒരുപാട് സന്തോഷമൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പുഞ്ചിരിയിൽ കൂടെ ഒരു പോസിറ്റീവ്നെസ് അല്ലേ, ആ സറൗണ്ടിങ്ങിലും എല്ലാവർക്കും ഒരു മൂഡ് ഔട്ടായിട്ട് നിൽക്കുന്നവർക്ക് ഞാൻ ഇപ്പോൾ ഒരു വ്യക്തിയെ നോക്കി ചിരിക്കുകയാണെങ്കിൽ അവർ തിരിച്ചിരിക്കാത്ത ഒരു വ്യക്തിയും നമ്മുടെ ജീവിതത്തിൽ കണ്ടവരുണ്ടാവില്ല. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഒരു പുഞ്ചിരി കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒന്നുമില്ല. പക്ഷെ സമ്പാദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്, ഒരു ചിലവുമില്ല. നമുക്ക് എന്നാ പറയുക, ഒരു സ്വർണം വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും എന്താ പറയുക, കാശ് കൊടുക്കുന്നതിനെക്കാട്ടിലും ഒക്കെ ഒരു ചിരിയിൽ കൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ടിപ്പുണ്ട്, എന്താ അറിയോ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര പോസിറ്റീവാകും. അതിൻ്റെ കൂടെ സറൗണ്ടിങ്സ് പോസിറ്റീവ് ആക്കാൻ പറ്റും. അതും പോട്ടെ, ഇതിനെക്കാട്ടിലൊക്കെ ഏറ്റവും വലുതെന്ന് അറിയോ, നമ്മുടെ സൗന്ദര്യം കൂട്ടാൻ ഏറ്റവും നല്ലൊരു കാര്യം നല്ലൊരു സ്മൈലാണ്. എല്ലാവർക്കും ചെയ്തൂടെ? ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ സ്പെഷ്യൽ വരാൻ പോകുന്നതും അങ്ങനത്തെ രണ്ട് ഗസ്റ്റാണ്. നമുക്ക് എപ്പോഴും സന്തോഷം പകർന്നു തരുന്ന രണ്ട് വ്യക്തികൾ. അതായത് രണ്ട് വ്യക്തികളാണ് വരുന്നത്, പക്ഷേ അവരൊരു കപ്പിളാണ്. അവരെ നമുക്ക് അടുക്കളയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വല്ലതും ഉണ്ടാക്കിയാലല്ലേ പറ്റുള്ളൂ. നമുക്ക് ഉണ്ടാക്കാം. വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സീസണിൽ നമ്മൾ ചെയ്ത ഫസ്റ്റ് എപ്പിസോഡിൽ ചെയ്ത സെയിം റെസിപ്പി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ സെയിം റെസിപ്പി ആണോ എന്ന് ചോദിച്ചാൽ ആണോ. എന്നാന്നോ, നമ്മളൊരു കുൽച്ച ചെയ്തില്ലേ, പനീർ കുൽച്ചയുണ്ട്, എന്താ പറയുക, ഒണിയൻ കുൽച്ചയുണ്ട്. കുൽച്ച ഉണ്ടാക്കാൻ നമുക്ക് എന്തും എടുക്കാം. അത് ഇപ്പോൾ ക്യാരറ്റ് ആവാം, ബ്രോക്കലി ആവാം, പിന്നെ എന്നാ കോളിഫ്ലവർ ആവാം. ഇഷ്ടമുള്ള ഹെൽത്തി ആയിട്ടുള്ളത് എന്നതേലും അതിനകത്ത് മിക്സ് ചെയ്യാം. പക്ഷേ മൈദ ഈ പറഞ്ഞ പോലെ ഹെൽത്തി അല്ലല്ലോ. എന്നാൽ പിന്നെ നമുക്ക് വീറ്റ് എടുക്കാം. അത് ആട്ട എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയും. കമ്പാരിറ്റീവ്ലി നമ്മുടെ മൈദ വെച്ച് നോക്കുവാന്നേൽ അത് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അത്രയും 100% ഹെൽത്തി എന്നൊന്നും ഒരിക്കലും പറയുകയില്ല. പക്ഷേ എന്നാ പറയുക, ഇത് പറഞ്ഞേച്ച കാര്യമില്ലല്ലോ. നമ്മളെല്ലാവരും പറോട്ട കൊതിയന്മാരും കൊതിച്ചുകളുമായി, ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ. പക്ഷെ എന്നാ ചെയ്യാനാ, ഒരു ഗ്ലൂട്ടൻ വന്ന് അലർജി പിടിച്ചാൽ പിന്നെ ഗ്ലൂട്ടൻ അലർജി വന്നേ പിന്നെ മൈദയും പറോട്ടയും ഒന്നും തൊടാൻ ഒക്കുകയില്ല, ഈ കേക്ക് തൊടാൻ ഒക്കുകയില്ല, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയേ. അതുകൊണ്ട് എന്നാ ചെയ്തു, ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചീത്ത സാധനം, അതൊന്നും തിന്നാൻ കൊള്ളത്തില്ലെന്ന് വിചാരിച്ച് അങ്ങ് മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്തു. അപ്പം പിന്നെ വലിയ പ്രശ്നമില്ല. പക്ഷെ എന്നാലും പറോട്ട കാണുമ്പം അറ്റ്ലീസ്റ്റ് എടുത്ത് വെച്ചൊന്ന് എന്താ പറയുക, രുചിയൊക്കെ നോക്കി വെച്ച് തിരിച്ചങ്ങ് വയ്ക്കും. അല്ലാതെ നമ്മൾ അവിടെ പ്ലേറ്റിലല്ല പ്രത്യേകിച്ച് മാറ്റി വെക്കും. പക്ഷെ എന്നാ പറയാനാ, കൊതി പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ എന്നാ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ക്യാരറ്റ് കുൽച്ചയും രേഷ്മി കബാബ് എന്നൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടില്ലേ. പക്ഷെ അത് നമുക്ക് ഇവിടെ കൊണ്ട് പ്രാക്ടിക്കൽ അല്ല കബാബ് ഉണ്ടാക്കാൻ. പക്ഷെ അതിന് പകരം നമ്മുടെ രേഷ്മി ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. അത് നല്ല രസമാട്ടോ. ഈ കുൽച്ചയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇത് കഴിക്കാൻ ഏറ്റവും നല്ല എന്നത്തിൻ്റെ കൂടെയാണോ, നാണ്, നൂൽ പറോട്ട, പിന്നെ പൂരിയില്ലേ, പൂരിയുടെ കൂടെ കഴിക്കാൻ നല്ലതാ. അങ്ങനെയൊക്കെയാണ് നല്ലത്. പക്ഷേ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പറോട്ട, നാണ് ഇതെല്ലാം ഉണ്ടാക്കാനാണെങ്കിൽ ഇവിടെ പ്രാക്ടിക്കൽ അല്ല. പിന്നെ നാൺ ഇവിടെ ഉണ്ടാക്കാൻ നോക്കും. പക്ഷേ നാണിനെ സംബന്ധിച്ച് പറയുവാന്നേൽ അത് ഉണ്ടാക്കി വെക്കുവാന്നേൽ ഭയങ്കര ഹാർഡായി പോകും. പിന്നെ എന്നാ പറയുക, ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അറിയാമല്ലോ, നാണ് കുറച്ച് തണുക്കുമ്പോഴത്തേക്ക് കട്ടിയാവുന്നേ.
പിന്നെ അതൊക്കെ ഇച്ചിരി പാടല്ലേ, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ടാണ് ഞാനിന്ന് കുൽച്ച ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി കുൽച്ച രണ്ടാമത് ചെയ്യാം. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറിയാണ്. കറി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വലിയ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഞാനിപ്പം ഈ പ്രാവശ്യം ഞാൻ ഈ സീസണിൽ തീരുമാനിച്ചേക്കുന്നത് എന്നാന്നോ, ഒത്തിരി നേരം അടുക്കളയിൽ കിടന്ന് പണിയെടുക്കാതെ ഒരു ഇച്ചിരി എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്ന പോലത്തെ കറികളെ ചെയ്യാൻ പാടുള്ളൂ എന്ന് തീരുമാനമെടുത്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നാണെന്നറിയോ, അധികം താമസിക്കാതെ ഇതിന് എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ഏത് സാധനം, ഞാൻ പറഞ്ഞ മീനാണേലും ഇറച്ചിയാന്നേലും ഈവൻ പച്ചക്കറി ആന്നേ പോലും, ഞാൻ പറയുന്നത് മാരിനേറ്റ് ചെയ്ത് വെക്കുവാന്നേൽ കുറച്ച് നേരം കൂടുതൽ വെക്കുന്ന ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പം ഇതും അതിവിടെ പ്രാക്ടിക്കൽ ആവുന്നില്ലല്ലോ, അന്നേരം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതോടെ ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു സമാധാനം എന്നാന്ന് വെച്ചാൽ ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സാധനം വറക്കാനാന്നേൽ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം ഇരുന്നാൽ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ വേവിച്ച് കറിയാക്കുവാന്നേൽ വലിയ ടെൻഷനില്ല. എന്നാന്നറിയോ, അപ്പം മാരിനേറ്റ് ചെയ്ത് ബാക്കിയെല്ലാം ചെയ്തേച്ചിടുമ്പോഴത്തേക്ക് വലിയ പ്രശ്നം വരികയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വെന്ത് ആ ഇറച്ചിയെ പിടിക്കുമല്ലേ, അന്നേരം വലിയ കുഴപ്പം വരികയില്ല. ഇതെല്ലാം ഞാൻ പരീക്ഷണമാണ്. പക്ഷെ ഏറ്റവും ടേസ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഇതിപ്പോൾ ചിക്കൻ ആണെങ്കിലും ഇപ്പം ഈ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ആണെങ്കിലും മാരിനേറ്റ് ചെയ്ത് തലേന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആവും. ഒന്നാമത്തെ കാര്യം, ഈ മസാലയെല്ലാം ചിക്കനകത്ത് പിടിച്ചേച്ച് എന്താ പറയുക, ആ ടേസ്റ്റ് ഒരു പ്രത്യേക. പക്ഷേ ഇപ്പം നമുക്കത് നോക്കാത്തതുകൊണ്ടും ഇപ്പം സഡനായിട്ട് നമ്മൾ എന്നാ വീട്ടിൽ ചെയ്യേണ്ടി വന്നാൽ എന്നാ എടുക്കും, ചെയ്തല്ലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ആ ഒരു രീതിക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് വേണ്ടിയത് ചിക്കൻ കറിക്കുള്ള സാധനമാണേ. അതുകൊണ്ട് ഫസ്റ്റ് ചിക്കൻ ഈ പറഞ്ഞ പോലെ ബോൺലെസ് ആണെന്നേ കുഴപ്പമില്ല, ബോൺ ഉള്ളതാണേലും കുഴപ്പമില്ല, ഏതായാലും പ്രശ്നമില്ല, ഏത് കിട്ടുന്നോ അതുപോലെ. പിന്നെ കഷ്ണം ചെറുതു വേണോ വലുതു വേണോ ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുക. അതിനു വേണ്ടി ആദ്യം തന്നെ ശുഭമായിട്ട് മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി എരിവ് അനുസരിച്ച് ചേർത്തോ. ഇതിനധികം എരിവ് ഇല്ല, പക്ഷെ ചിലർക്ക് ഇഷ്ടമാണല്ലോ എരിവ്, അതുകൊണ്ട് അതും ചേർക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി, ചിക്കന് വേണ്ടി അത്ര ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1 കിലോയ്ക്ക് 3 ടീസ്പൂണാണ്. വെളിയിൽ നിന്ന് മേടിക്കുന്ന റെഡിമെയ്ഡ് പേസ്റ്റ് ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് തൈര്, അധികം പുളിയില്ലാത്ത തൈര് മതിയേ. ഇതിൻ്റെ കൂടെ ഇച്ചിരി പച്ചമുളക്. ഇനിയിപ്പം ഈ രേഷ്മി കബാബ് കൂടുതൽ ചെയ്യുന്നത് പച്ചമുളകാണ് ബേസായിട്ട് വരുന്നത്, ഇച്ചിരി മുളക് പൊടി വരത്തുള്ളൂ. അപ്പോൾ ഇത് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച്, ചിലർക്ക് മുളക് പൊടി ഇഷ്ടമായിരിക്കും, പക്ഷേ ഇതിനൊരു ബേസ് റെസിപ്പി ഉണ്ടല്ലോ, ആ ഒരു രീതിക്കാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് കുറച്ച് ഞാൻ പച്ചമുളക് ഇടുക. അപ്പോൾ നമ്മൾ തൈര് ചേർത്തേക്കും. അപ്പോൾ ഇനിയിപ്പോൾ ചേർക്കാൻ പോകുന്നത് നാരങ്ങാ നീരാണ്. അപ്പോൾ ഈ തൈരിന് വലിയ പുളി ഇല്ല, പക്ഷെ എന്നാൽ പോലും തൈരും നാരങ്ങ എല്ലാം ഒരു പുളിയുടെ വർഗത്തിൽ പെട്ടതായതുകൊണ്ട് ഒരു കുറച്ച് ചേർത്താൽ മതി. ഇത്രയും ചിക്കനില്ലേ, അപ്പോൾ ഒരു 2 ടീസ്പൂൺ അത് മതിയേ, ധാരാളം മതിയാവും. ഇനി എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ദുപ്പാണ്. ഇതെന്നാന്നറിയോ, ആക്ച്വലി കരി, അതായത് കനലിൽ നിന്ന് കരി എടുത്തിട്ട് നമ്മൾ അതിനെ പുകയ്ക്കുക എന്ന് പറയില്ലേ, ആ സ്മോക്കി എഫക്റ്റ് കിട്ടുക, അത് നമുക്ക് ചില സമയം പ്രാക്ടിക്കൽ ആവത്തില്ല. അപ്പം എനിക്ക് അതിനോട് ചേർക്കുന്ന അതിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റ് വരുന്നത് ഈ ഒരു ഉപ്പ് ചേർത്താലാണേ. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി, ഇത് ഒത്തിരി അങ്ങ് ചേർത്തേക്കരുത്, ശകലവേ ചേർക്കാവുള്ളൂ. കാര്യം ഇത് ഇച്ചിരി ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഉപ്പിൻ്റെ ഒരു ചുവ ഒരു ഇച്ചിരി മുന്നിട്ട് നിൽക്കും. പിന്നെ വേണ്ടത് കുറച്ച് കസൂരി മേത്തി, ഇതും കൂടി പോരുത്, കാര്യം ഇതും കഴിക്കും. പിന്നെ വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതാണ്. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ക്രീം ചേർക്കാം, ബദാം പേസ്റ്റ് ചേർക്കാം. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെന്ന് വെച്ചോ, അണ്ടിപ്പരിപ്പില്ല, ബദാമില്ല, ക്രീം ഇല്ല എന്ന് വെച്ചോ, ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ സാധാരണ കപ്പലണ്ടി ഇല്ലേ, അത് അരച്ചേച്ചാലും മതി. പക്ഷേ കപ്പലണ്ടി മിക്കപ്പോഴും കിട്ടുമ്പോഴത്തേന് ഉപ്പ് ചേർത്തരച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഉപ്പ് ചേർക്കുമ്പോൾ അതും കൂടെ നോക്കിയേച്ച് വേണം ചേർക്കാൻ. ഇപ്പം ഇതിലിപ്പോൾ ഒന്നും ഉപ്പില്ലായിരുന്നുകൊണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലും മാത്രമേ ഉപ്പായിട്ട് ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ ചേർത്തത് ഇന്ദുപ്പാണ്. ഇനി പോരാ എന്ന് തോന്നുവാണെങ്കിൽ ചില സമയം ഞാനിതൊക്കെ ആദ്യം പഠിക്കുമ്പോൾ എനിക്കൊരു
സൈക്കോ ഉണ്ടായിരുന്നു. എന്നാണെന്നറിയോ, ഇത് ചേർത്താൽ പറ്റിയല്ല, മറ്റേ ഉപ്പ് തന്നെ ഇട്ടാലേ ഒക്കത്തുള്ളൂ എന്നൊക്കെ. അത് നോക്കിയേച്ച് ചേർത്താൽ മതി. ഇത് ഞാൻ ആ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഈ ഉപ്പ് ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ ഉപ്പ് മറ്റേ സാധാ ഉപ്പ് ചേർക്കുകയും വേണ്ട, ഒരു സ്മോക്കി എഫക്റ്റ് ഇതിന് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടി മാത്രം ചേർത്തതാണ്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ച് വയ്ക്കണം. ഇത് ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഇനി കുറച്ച് പരിപാടിയുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടത്? നെക്സ്റ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുറച്ച് സവാളയുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്. ഇത് കുറച്ച് ഫാറ്റി ഫുഡാണോ റിച്ച് ഫുഡാണോ എന്നൊക്കെ ചോദിച്ചാൽ കൺഫ്യൂഷനാണ്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ നല്ല ആഹാരം വെക്കുമ്പോൾ ബാക്കിയൊന്നും ചിന്തിക്കരുത്. രുചിയോടെ കഴിക്കാൻ മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനകത്തോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിലാണ്, മറ്റേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇത് കുറച്ച് ഒഴിച്ച് വെച്ച് നമ്മുടെ ഉള്ളിയും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് ഉള്ളി ഒന്ന് വേവണം. ഇതിൻ്റെ കൂടെ തന്നെ ഈ അണ്ടിപ്പരിപ്പും കൂടെ അങ്ങ് ഇടാവേ. ഇത് നല്ലതായിട്ട് ഒന്ന് എന്താ പറയുക, എപ്പോഴും ഞാൻ പറയത്തില്ലേ ഉള്ളി ഭയങ്കരമായിട്ട് മൂക്കണം ഇത് പറയത്തില്ലേ, അതേപോലെ വേണ്ട, ഒന്ന് വയന്ന് കിട്ടിയാൽ മതി. അതായത് ഉള്ളി ഒന്ന് വേവണം. ഇപ്പം നമ്മൾ ഉള്ളി നോക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് ഇല്ലേ, അതല്ല, നമ്മൾ ചവയ്ക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അല്ല ഒരുപാട് മുരിഞ്ഞും പോവല്. ഇച്ചിരി ഉപ്പിട്ട് വാട്ടാന്ന് വിചാരിച്ചാൽ ഇടുന്നോണ്ട് വിരോധമൊന്നുമില്ല, ഇടുന്നോണ്ട് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ചിക്കനേൽ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടില്ലേ, അന്നേരം ഒന്ന് നോക്കി വെച്ച് ഉപ്പ് ചേർത്താൽ മതി. എന്തായാലും ഇത്രയും ഗ്രേവി എല്ലാം ചേർത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഉള്ളി ചേർക്കുന്നതുകൊണ്ടും വിഷമമൊന്നുമില്ല. നമ്മുടെ ഉള്ളി ഒരു ഇത്രയും വെന്താൽ മതിയേ. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, അതേ പാത്രത്തിലോട്ട് ഈ ഉള്ളി അങ്ങ് മാറ്റുവാണേ. ഇനി അതേ പാത്രം തന്നെ വെച്ചേച്ച് ഇതിനകത്തോട്ട് സെയിം അതേ എണ്ണ, കുറച്ച് എണ്ണയും ഒരു ഇച്ചിരി ബട്ടർ കൂടെ ചേർത്താണ്ടല്ലോ, ഭയങ്കര നല്ല ടേസ്റ്റാണ്. അതല്ല എണ്ണ മാത്രം ഉപയോഗിക്കുന്നതെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. ഈ ബട്ടറും കൂടെ ഒന്ന് ഉരുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതെന്നാ ചെയ്യേണ്ടതെന്നറിയാമോ? ഇതൊരു ഇച്ചിരി ആറി കഴിയുമ്പോൾ മിക്സിയിലൊട്ടുന്ന നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ തീ ഒത്തിരി നല്ല കുറച്ച് വെച്ച് നമ്മുടെ ഈ സ്പൈസസ് ഇല്ലേ, കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, അത് ഇത്ര എണ്ണം 6 എണ്ണം 7 എണ്ണം എന്നൊന്നും ഞാൻ പറയുകയില്ല, നമുക്കറിയാമല്ലോ എത്രയാണ് വേണ്ടതെന്നുള്ളത്. നമ്മുടെ ഒരു ഫ്ലേവർ, എത്ര ഏലക്ക ഇട്ടാൽ അത്രയും മണം വരും. അങ്ങനെ പട്ട മാത്രമേ ഞാൻ പറയത്തുള്ളൂ, ഒരുപാട് ഇടരുത്, അതിൻ്റെ ഒരു കുത്തൽ എന്തായാലും ഉണ്ടോ. പിന്നെ ഒരു പട്ടയുടെ ഇല, ഇത് സൂക്ഷിക്കണം, ഏലക്ക ഇട്ടാൽ ഇത് പൊട്ടും, അതാണ് അതിൻ്റെ ആ പരുവും. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്നറിയോ, നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ, അത് ഇതിനകത്തോട്ട് ഞാനങ്ങ് ഇടുക. ഈ ചിക്കൻ ഈ ബട്ടറിനകത്തും ഈ എണ്ണയ്ക്കകത്തും കിടന്നേച്ച് ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്നറിയാമോ? ഇത് ശരിക്കും ഒരു വൈറ്റ് കളറാവണം. ഒരു ചെറിയതായിട്ട് അതൊന്ന് വേവും, വെന്തേച്ചാണ് അതൊരു വൈറ്റ് കളറാവുന്നത്. ആ സമയം വരെ ഇത് ഇതിനകത്ത് കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കുക. ആ വഴന്ന് വരുന്ന സമയമില്ലേ, ഞാൻ ഇതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ചിക്കൻ ആ വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആ ഉള്ളിയും അണ്ടിപ്പരിപ്പും കൂടെ വഴറ്റിയേച്ച് ഞാൻ അരച്ചതാണ്.
അത് ഇതിനകത്തോട്ട് ഇടുവാന്നേ. അതിൻ്റെ അരപ്പൊട്ടും കളയണ്ട. ഇത് എന്നാന്നറിയോ, കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് എടുക്കാവേ, കളയണ്ട. ഇതാണ് മറ്റേ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊട്ടും കളയണ്ട. ഇതൊന്നുകൂടെ ഇതിനകത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ പച്ചച്ചോവ ഉണ്ടല്ലോ അത് വഴറ്റിയപ്പോൾ മാറി, പക്ഷെ എന്നാലും ആ ചിക്കനേലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 ഓപ്ഷൻസ് ചെയ്യാം. ഒന്നെങ്കിൽ ചിക്കൻ കുറച്ച് നേരം കൂടെ മാരിനേറ്റ് ചെയ്ത് ആ മസാല അതിൽ പിടിക്കണം എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വേണമെങ്കിൽ ഈ അണ്ടിപ്പരിപ്പും ഉള്ളിയും കൂടെ വറുത്തതില്ലേ, അതൊന്ന് നല്ലോണം ആ ബട്ടറിലും എണ്ണയിലും ഇട്ടൊന്ന് നല്ലോണം മൊരിച്ചിട്ട് ഈ ചിക്കൻ ചേർത്താലും മതി. അതല്ല ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അഥവാ രണ്ടാമത് ആദ്യം ചിക്കൻ ചേർത്തിട്ട് പിന്നെയാണ് നമ്മൾ അരച്ചത് ചേർക്കുന്നതെങ്കിൽ കുറച്ച് നേരം ആ ചിക്കനകത്തോട് കുറച്ച് നേരം ഇട്ടൊന്ന് വഴറ്റണം. കാര്യം ആ ചിക്കൻ്റെ ആ ഒരു നമ്മൾ ചേർത്ത് അരപ്പില്ലേ, അതും കൂടി അതിനകത്തോട്ടൊന്ന് മിക്സ് ആവണം. മിക്സ് ആയതിന് ശേഷം ഞാൻ ഈ സൈഡിൽ കാണുന്ന കൂട്ട് ആ എണ്ണയൊക്കെ ഒന്ന് ഇച്ചിരി തെളിഞ്ഞു വന്നാൽ അതിൻ്റെ ആ ഒരു പരുവം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചേർത്തതിനൊക്കെ ഒരു ചിക്കനൊക്കെ ആണെങ്കിലും ഞാൻ മസാല ഒന്ന് മൂപ്പിച്ചേച്ചൊന്നും അല്ല ചേർത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചൊവ എന്ന് പറയുമല്ലോ, അത് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡിലൊക്കെ കൂടെ ഈ ചേർത്ത എണ്ണയും ബട്ടറും ഒന്ന് തെളിയുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യമായിട്ട് ഈ ഒരു കറി ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്നാന്നോ, നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർത്തതാണ്. അപ്പോൾ സാധാ ഒരു ചീനച്ചട്ടി വെക്കുവാന്നേൽ പെട്ടെന്ന് കറി അടി പിടിക്കും, കരിയുകയും ചെയ്യും. മറ്റേ ഇതാണെങ്കിൽ നമുക്ക് അധികം അടി പിടിക്കുകയില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതത്തിനനുസരിച്ച് അത് ഇളക്കാനും വെക്കും. ഇനി ഇതിൻ്റെ പരുവ് ഒട്ടും അറിയാൻ മേലെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഈ എണ്ണ തെളിയുന്ന മാത്രം ശ്രദ്ധിച്ചേച്ചാൽ മതി. ഏറ്റവും ബെസ്റ്റ് ചെറിയ തീയെ വെച്ച് തെളിയിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ചിക്കനേയും തന്നെ ഇറങ്ങുന്ന വെള്ളം വെച്ച് ചിക്കൻ ഒന്ന് വേവുകയും ചെയ്യും. അന്നേച്ചേ നമ്മൾ ഈ ബാക്കി വെള്ളം ചേർത്ത് കുറച്ച് നേരം ഇട്ടാൽ മതി. ആക്ച്വലി രേഷ്മി കറി പറയുമ്പോൾ കുറച്ചൊരു ഓഫ് വൈറ്റ് കളറായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഞാൻ ചേർത്തതെന്നാന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി ഒരു എരിവ് ബേസിക്കലി വേണം, അതുകൊണ്ട് ചേർത്തന്നേ ഉള്ളൂ. ഇതെൻ്റെ വേർഷൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതല്ല ഈ റെഡ് കളർ വേണ്ട എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് വെച്ച് പച്ചമുളക് കൂടുതൽ ചേർത്താൽ മതി. അപ്പോൾ അതിനൊരു ഓഫ് വൈറ്റ് കളർ കിട്ടും. കണ്ട ഇപ്പോൾ ആ എന്താ പറയുക, വെള്ളം മുഴുവൻ പറ്റിയേച്ച് ആ ഇറച്ചി ഇങ്ങനെ ഒന്ന് മൂത്ത് വരുന്നുണ്ടേ. അതാ അതിൻ്റെ ഒരു പരുവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടെ അതിനെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന അരപ്പില്ലേ, അത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവും. അത് ആ ഡ്രൈ ആവുന്ന പരുവാന്നേൽ പെർഫെക്റ്റ് ആണേ. അതല്ല ഇനിയിപ്പോൾ നേരെ ഒന്നും കിട്ടിയില്ല എന്ന് തോന്നുവാന്നേലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എണ്ണ തെളിയാം, അതും മതിയാവും. ഒത്തിരി എളുപ്പമുള്ള പണിയാണെന്ന് പറഞ്ഞാൽ ഈ പണി തുടങ്ങിയെന്ന് നിങ്ങൾ പറയും. പക്ഷെ അല്ലട്ടെ, ഇപ്പോൾ കാണുന്നതുകൊണ്ടാണ് ഇത് ഒത്തിരി പണിയായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു കറിയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുന്നത്. മറ്റേത് നമ്മൾ അടുക്കളയിൽ അങ്ങനെയല്ലല്ലോ. നമ്മൾ ഒരു കറി വെച്ച് അതിൻ്റെ പുറകെ ബാക്കിയെല്ലാം ചെയ്യാനായിട്ട് പോകും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് കറി ഇത് തന്നെയായിരിക്കും. ഇപ്പോഴത്തേൻ്റെ ആ മസാലയെല്ലാം നല്ലോണം ഡ്രൈ ആയേ. നല്ലോണം ഡ്രൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേ സൈഡിലൊക്കെ നോക്കുമ്പോഴത്തേനും നല്ലോണം അറിയാൻ നോക്കും. നേരത്തെ ഒരു ഇച്ചിരി വാട്ടറി ആയിട്ടല്ലേ കിടന്നത്, ഇന്നേരം അത് ഇപ്പം ഇല്ല. ഒരു ഇച്ചിരി നേരവും കൂടെ ഇങ്ങനെ ഒന്ന് വഴറ്റി എടുത്ത് വെച്ചാൽ മതി. അന്നേരം ഇതണ്ട ഈ തവിയയിലൊക്കെ പറ്റി പിടിച്ച് വെച്ചിരിക്കുന്നൊക്കെ അതിനകത്ത് അങ്ങ് മാറും. ഇച്ചിരി കൂടെ നേരം മതിയാവും. ഇനിയിപ്പോൾ അഥവാ നമ്മുടെ വീട്ടിൽ നോൺ സ്റ്റിക്ക് പാന് ഒത്തില്ല എടുക്കാമെന്നുണ്ടെങ്കിൽ ചീനച്ചട്ടി ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം മാത്രം ഓർത്തേച്ചാൽ മതി. ഇതേപോലെ ചിക്കൻ എടുത്തിട്ട് വഴറ്റണ്ട. ആ ഉള്ളി ഒന്ന് നല്ലോണം മുരിച്ചെടുത്തേച്ച് ചിക്കൻ ഇട്ടേച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങ് വേവിച്ചു എന്നും പറഞ്ഞ് രുചിക്ക് ഒരു വ്യത്യാസവും വരികയില്ല. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ ബാക്കി വെള്ളവും കൂടി ഇതിനകത്ത് അങ്ങ് ഒഴിക്കുവാണ്. ഇനി ചിക്കൻ വേണ്ടായോ, അന്നേരം ഇത്രയും വെള്ളം എന്തായാലും പോരാ, ഇച്ചിരി കൂടെ വേണം. നമ്മൾ ആ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കേണ്ട കാര്യം എന്താണെന്നോ,
നമുക്ക് എത്ര ഗ്രേവി വേണ്ടേ, എന്നാൽ ചിക്കൻ എത്ര വേവാനുണ്ട്, അതനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. പിന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, അത് നോക്കി. ചിലപ്പം ചിലരെന്നോട് പറയാറുണ്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അങ്ങ് ഒത്തിരി നീട്ടം കിട്ടിപ്പോയാലായിപ്പോയി ചേച്ചി, പിന്നെ ആ അരപ്പ് ചേർത്തതൊന്നും ആ രുചി ആ കറിക്ക് വന്നില്ല എന്ന്. അത് ഇതുകൊണ്ടാണ് നമ്മൾ എന്നാന്നറിയോ, അളവ് തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് ആ വെള്ളം ചേർക്കുന്നതിൻ്റെ. അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി. ഒരുപാട് ഒഴിക്കണ്ട. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർക്കുമ്പോൾ ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചേച്ചാൽ മതി. ഓക്കെ, ഇനി ഒരു ചെറിയ തീയിലിരുന്നിട്ട് ഈ ചിക്കൻ ഇവിടെ ഇരുന്ന് വേവട്ടെ. ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് കുൽച്ച ഉണ്ടാക്കാൻ പോവാണ്. അതിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് ചെറിയ തീയല്ലേ, ഒരുപാട് വലിയ തീയിടരുത്, കാര്യം അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തേക്കുന്ന. അതുകൊണ്ട് ചെറിയ തീയലിട്ടേച്ച് ഈ ചിക്കൻ ഒന്ന് വേവാനായിട്ടുള്ള നേരം കൊടുക്കാം. ഓക്കെ, ഇതിവിടെ അടച്ചിട്ടോട്ടെ. ചീനച്ചട്ടിയിലാണെങ്കിൽ ശ്രദ്ധിച്ചോണം, അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധ എപ്പോഴും വേണം. പാൻ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല, കാര്യം അധികം അടി പിടിക്കുകയല്ല, നമ്മുടെ ഒരു ശ്രദ്ധ ഇടയ്ക്ക് ചെല്ലണം. പിന്നെ ഉള്ളത് ഇനി ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് വേവും വേണം, നമ്മൾ ചേർത്തേക്കുന്ന ആ എണ്ണയും ബട്ടറും ഉണ്ടല്ലോ അതൊന്ന് തെളിയുകയും വേണം. ഇതെല്ലാം തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്രഷ് ക്രീം ഒഴിച്ചേച്ച് വാങ്ങാവേ. പിന്നെ ഇഷ്ടംപോലെ മല്ലിയില, അതാണെന്നുള്ള ഇതിൻ്റെ ഒരു എന്താ പറയുക, കറിവേപ്പിലിടാനൊക്കത്തില്ല. അതുകൊണ്ട് ഇഷ്ടംപോലെ മല്ലിയിലയും കസൂരി മേത്തി കുറവാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഇച്ചിരി ഇടുക, കാരണം നല്ലൊരു മണം വരുവേ. നമുക്കിനി കുൽച്ചയ്ക്ക് വേണ്ടിയുള്ള സാധനം എന്നാന്ന് വെച്ചാൽ മൈദയാ. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ക്യാരറ്റാ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഏത് വെജിറ്റബിളാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം. മല്ലിയില ഒരു ഇച്ചിരി കൂടുതൽ ചേർത്തോ. ഈ കുൽച്ച എന്നെ പഠിപ്പിച്ചത് എൻ്റെ സിസ്റ്ററിലോ കേട്ടോ. ആദ്യം നമ്മളൊരു ബൗൾ എടുത്തിട്ട് ഇതിന് വേണ്ടിയ സാധനങ്ങൾ ഞാൻ ഓരോന്നായിട്ട് പറയാം, അതായിരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പം. കുറച്ച് മൈദ വേണം, ആ മൈദയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ്. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ക്യാരറ്റാണ് ഞാൻ എടുക്കുന്നത്. ക്യാരറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ ചെത്തുവാന്ന് വിചാരിക്കരുത്, കഴുകി അതിൻ്റെ തൊലിയെല്ലാം ചെത്തി വെച്ചേക്കുക. ഒരു മുഴുത്ത ക്യാരറ്റ് മുഴുവൻ ഇടാവേ, അല്ലേലുണ്ടല്ലോ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ പരത്താൻ പാടായിരിക്കും. നമുക്ക് എത്രയാ ഇത് ചപ്പാത്തി പോലെ പരുവത്തിനാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ എത്ര അംഗങ്ങൾ നോക്കി വെച്ചാൽ അതനുസരിച്ച് നമ്മൾ കുഴച്ചെടുത്താൽ മതിയേ, എത്ര വേണം. അതുകൊണ്ട് മൈദയുടെ അളവൊന്നും ഞാൻ പറയാത്തെ. ഇനി ഇതിൻ്റെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഇച്ചിരി മല്ലിയില, ഇതും കുഞ്ഞു കുഞ്ഞായിട്ട് ഇതിനകത്തോട്ട് അരിഞ്ഞിടണേ. ഓക്കെ, ഇനി ഇതിനകത്ത് വേണ്ടിയത് ഒരു ഇച്ചിരി പഞ്ചസാരയാണേ. പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ സ്പൂണിനൊന്നും വേണ്ട. എൻ്റെ ഈ കണക്കിന് ഒരു സ്പൂണിന് ഒരൊറ്റ സ്പൂണ്, 1.5 സ്പൂൺ മാക്സിമം മതി, ഇത്ര മതി, 1 സ്പൂൺ മതിയേ. പിന്നെ ഇതിന് വേണ്ടിയത് കുറച്ച് പാല് ചൂടുപാലാവാം, തണുത്ത പാലും ആവാം. ഇനി ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടുപാലാന്നേ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും നമ്മുടെ മൈദ. അതല്ല തണുത്ത പാലാണെങ്കിൽ വലിയ കുഴപ്പമില്ല, കുറച്ച് നേരം ഇരിക്കണം എന്നേ ഉള്ളൂ. കുഴയ്ക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് നോക്കിയാൽ കുഴച്ചാൽ മതി. ചിലർ പറയും നമ്മൾ കുഴയ്ക്കുമ്പോൾ അത്രയും സോഫ്റ്റ് വരികയില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൂട് പാല് അല്ലെങ്കിൽ ചൂട് വെള്ളം ഇതൊക്കെ നല്ല ഇത് കുഴയ്ക്കാനായിട്ട്. പരത്താൻ ഇച്ചിരി ശ്രദ്ധിക്കാനുള്ള മാവിട്ട് പരത്താം. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം എന്നാ പറയുക ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പരത്തുമ്പോഴത്തേക്ക് അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് മാവ് ചേർത്തേച്ച് കുഴയ്ക്കാം. ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്നാ പറയുക ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അങ്ങനെയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. പക്ഷേ ഞാൻ പറഞ്ഞ കഴിയുന്ന അങ്ങനത്തെ ഒന്നും ഇടാതെ നമ്മൾ നല്ലതായിട്ട് എടുക്കുന്നതാണ് നല്ലേ. ഇനി ഇതും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ കൈയും ഈ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം.
അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എനിക്ക് എൻ്റെ ചിക്കൻ കറി എന്ത് പരുവായോ നോക്കണം. ഇത് ഇളക്കണമെന്നുണ്ടെങ്കിൽ കൈ കഴിയാലേ പറ്റത്തുള്ളൂ. ഇനി ഇത് വെന്ത് കഴിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം എനിക്ക് ചെയ്യാനുള്ളൂ, ഫ്രഷ് ക്രീം ചേർക്കണം. ഞാൻ ഇപ്പോൾ കുഴിച്ചയ്ക്ക് പരത്താനുള്ള എല്ലാം റെഡിയാക്കി വെച്ചേക്കെ. പാതാമ്പുറം നല്ല അസലായിട്ട് തുടച്ചിട്ടേക്കുക. എന്നറിയോ, വീട്ടിൽ ഈ ചപ്പാത്തി പരത്തുന്ന കല്ലുണ്ടേ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ കൈവാക്ക് ഇതിന് മേളിലിട്ട് പരത്താനാണ്. കാരണം എന്നാന്നോ അറിയത്തില്ല, എന്നാ കാര്യമൊന്നും പറയാൻ അറിയത്തില്ല, പക്ഷേ ഇതാ എനിക്ക് ഏറ്റവും കൈവാക്ക്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ പാതാമ്പുറം നല്ലതായിട്ട് തുടച്ചിട്ടുണ്ട്. തുടച്ചിട്ടേച്ച് നേരത്തെ കിടന്ന പോലെ അല്ലല്ലോ അടുക്കള ഇപ്പോൾ കിടക്കുന്നത്, നല്ല വൃത്തിയായിട്ടല്ലേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഫസ്റ്റ് എനിക്കൊരു ഇതിൻ്റെ ഒരു ഫൈനൽ ചെയ്യാനുണ്ടല്ലോ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് കുറച്ച് ഫ്രഷ് ക്രീം എനിക്ക് ചേർക്കാം. ഇതിനെ ഓഫ് വൈറ്റ് കളറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എനിക്കിപ്പം ഈ പറഞ്ഞ പോലെ കാശ്മീരി മുളക് പൊടിയുടെ ഒരു ഇച്ചിരി എന്താ പറയുക ചേർത്തതിൻ്റെ ഒരിതാണ് ഇതിന് ഈ ഒരു റെഡ് കളർ, അല്ലെങ്കിൽ ഇതും കൂടെ ചേർക്കുമ്പോൾ അതൊരു ഓറഞ്ച് കളറാവും. അപ്പോൾ അത് വന്നത്. അതല്ല പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് നിങ്ങൾക്ക് കൂടുതൽ അല്ല ഓഫ് വൈറ്റ് ആവണം വേണമെന്ന് തോന്നുന്നെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് കൂട്ടിക്കോണം, അളവ് കൂട്ടിക്കോണം. ക്രീം ഒഴിച്ചു കഴിഞ്ഞു. ഇനി അധികം നേരം ഇട്ട് തിളപ്പിക്കണ്ട. അതിന് പകരം അതിനകത്തോട്ട് എനിക്ക് കുറച്ച് മല്ലിയില ധാരാളം ഇടണം. എനിക്ക് കസൂരി മേത്തിയുടെ ഒരു മണം ഒത്തിരി വന്നില്ല, അപ്പം ഞാൻ എന്നാ ചെയ്യുന്നത്, ഒരു ഇച്ചിരി ഇലയും കൂടെ ഇടുവാണേ. ഒത്തിരി ഇടത്തില്ല, ഇച്ചിരി എടുത്തുള്ളൂ. ഇത് ഒരുപാട് നമ്മൾ നേരത്തെ ഇട്ടതാ. എനിക്ക് പേടിയത് ഇടാനായിട്ട്. എന്നാന്ന് വെച്ചാൽ കഴിക്കും. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതെല്ലാം ചേർത്തേച്ച് ഇച്ചിരി നേരം അടച്ച് ഞാൻ മാറ്റുക. ഇനി ഞാൻ എൻ്റെ ചപ്പാത്തി കല്ല് ചൂടാവാനായിട്ട് വെക്കുവാണേ. ഓക്കെ, ഇത് ചൂടാവട്ടെ. ഇത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കുഴിച്ച പരത്താവേ. വേണ്ട നോക്കിയാൽ കണ്ടോ, ഈ സോഫ്റ്റായി ആ മാവ്. കുറച്ചുകൂടെ നമ്മൾ ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂട് പാലാന്നേൽ ഇതിനെക്കാട്ടിൽ നല്ലതായിട്ട് സോഫ്റ്റ് ആവും. പക്ഷേ അത് സോഫ്റ്റ് ആകുമ്പോൾ ശ്രദ്ധിച്ചോണം, എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരത്താൻ പാടായിരിക്കും. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ എന്നാ കയ്യിൽ ഒട്ടിയിട്ടൊക്കെ പരത്താൻ ഇച്ചിരി പാടാം. ഇത് മറ്റേ ചപ്പാത്തി പോലെ അത്രയും വലുതാവത്തില്ല. ഇത് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ റിഫൈൻഡ് ഓയിലിൽ ചുട്ടെടുക്കാം, അല്ല ഡാൽഡയിൽ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ നെയ്യിൽ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ബട്ടറിൽ ചുട്ടെടുക്കാം. ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഞാൻ പറയാൻ കാര്യം, ഇതിൽ ഏതാ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് നമുക്ക് ചേർത്ത് ചുട്ടെടുത്ത് വെച്ചാൽ മതി. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ അഥവാ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവരാന്നേൽ അത് ചെയ്യുന്നതുകൊണ്ട് കുറ്റമൊന്നുമില്ല. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞത് കുറച്ച് അയമോദകവും കൂടെ ചേർക്കുവാന്നേൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് റിഫൈൻഡ് ഓയിലാണ്. ബട്ടർ വേണ്ടിയവർക്ക് ബട്ടർ ആവാം. ഇനി അതവിടെ കിടന്ന് മൊരിയിട്ട് ഇനി നെക്സ്റ്റ് ഇതേപോലെ എല്ലാം ഓക്കെ. നമ്മുടെ ഫസ്റ്റ് കുഴിച്ച അത്രയും മതിയേ. നമ്മൾ ചപ്പാത്തി ചുടുത്തില്ലേ അത്രയും മൊരിഞ്ഞാൽ മതി. ഇനി ചിലരാണ് ഒത്തിരി മൊരിയുന്നത് ഇഷ്ടം, അന്നേരം ഇച്ചിരി കൂടി എണ്ണ ഇട്ട് ഒഴിച്ചേച്ച് നമ്മൾ എടുത്താൽ മതി. ഫസ്റ്റ് ചപ്പാത്തി ഇട്ടുകൊണ്ടാണ് ഞാൻ ആദ്യം പാനിൽ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചത്. സെക്കൻഡ് ചിടുമ്പത്തേക്ക് അതിനകത്ത് ഓൾറെഡി എണ്ണ ഉണ്ടല്ലോ. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി ഇടുന്ന പോലെ ഒരു സൈഡ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് മറിച്ചിട്ടാൽ മതി. മറിച്ചിട്ടേച്ച് ഇനി എണ്ണ ഒഴിക്കാം.
പെട്ടെന്നാവും കേട്ടോ അത്, വലിയ താമസമൊന്നുമില്ല. ഓക്കെ, ഇനി തീ കുറച്ച് വെച്ചിട്ട് അടുത്തത് പരത്തട്ടെ. ഇതുവരെ പറ്റിയില്ല. അതിനറിയോ, ഇത് സ്പീഡിൽ വെച്ച് ധൃതി പിടിച്ചൊന്നും ഉണ്ടാക്കിയാൽ അത് ആവത്തില്ല. മറ്റേ ഇതിന് ഒന്നാമത്തെ കാര്യം നിറച്ച് എണ്ണ വേണം, എന്നാലേ അത് മൊരിഞ്ഞ് നല്ല സോഫ്റ്റ് ആവത്തുള്ളേ. ഓക്കെ, നമ്മൾ ഒത്തിരി പണി ചെയ്യാനുണ്ടെങ്കിലുണ്ടല്ലോ ഇത് ചെറിയ തീയിൽ ഇട്ടേച്ച് കളിക്കുന്ന ഏറ്റവും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്നെങ്കിൽ കരിഞ്ഞു പോവും. നല്ല മൊരിഞ്ഞു വരുന്നതായി കുൽച്ചയ്ക്കൊക്കെ നല്ല ടേസ്റ്റ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നാ ചിലർക്ക് ഒത്തിരി മൊരിയുന്ന ഇഷ്ടമാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും എല്ലാം ഉണ്ടാക്കി, ഇനി 3 ചപ്പാത്തി കുൽച്ചയും കൂടെ ബാക്കിയുള്ളൂ. കാര്യം ഇത് പെട്ടെന്ന് ചപ്പാത്തിന്ന് വരുന്നത് എന്നാന്നറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ ശീലം ചപ്പാത്തിയല്ല. അതുകൊണ്ടാണ് എൻ്റെ നാവിൽ എപ്പോഴും ഈ ചപ്പാത്തി വരുന്നത്. കുൽച്ച ഇനി 3 എണ്ണം കൂടെ ബാക്കിയേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞില്ല നമ്മുടെ പ്രേക്ഷകരോട്. ഒരു കപ്പിളാണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ കപ്പിളിനെ ശരിക്കും നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരിചയം അവരെ. കാര്യം ഒരിക്കലും അവർ ഒരു ദിവസമെങ്കിലും നമ്മൾ കാണാതെ പോവുകയല്ല. അത് ഏറ്റവും കൂടുതൽ അതാരാന്നറിയാവോ, നമ്മൾ ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാംസ് ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇവരെന്തായാലും അവിടെ വന്നിരിക്കും. മറ്റാരുമല്ല, മീത്ത് ആൻഡ് മെറിയാണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പരിചയം നിങ്ങൾക്കായിരിക്കും. എന്ത് നല്ല റീൽസല്ല അവരിടുന്നത്. നമുക്ക് അത് അവരുമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നാൻ കാരണം എന്തുകൊണ്ടാണ്, ഞാൻ ഇന്നലെയും ഞാൻ കുറേ നാൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ, എന്താ ചില ഇൻസിഡൻസ് നമ്മുടെ ലൈഫുമായിട്ട് നമുക്കത് റിലേറ്റ് ചെയ്യാൻ നോക്കും. ഇവരങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ ഇല്ലേ, അവരോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും അല്ലേ. അങ്ങനെ ഇവർ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നേ. അത് മാത്രമല്ല, ഇവരോട് ഒത്തിരി വിശേഷങ്ങൾ, അവർ പറയുന്ന വിശേഷങ്ങൾ മാത്രമേ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ അവരോട് പറഞ്ഞ് അവരുടെ വിശേഷങ്ങൾ നമ്മളോടും നമുക്കും ഷെയർ ചെയ്ത് ഒരു നല്ലൊരു എന്താ പറയുക കൂടിക്കാഴ്ചയാവാം അല്ലേ. പക്ഷെ എന്നാ ചെയ്യാൻ, അതേണ്ട ചപ്പാത്തി വരത്താതെ ഇട്ടപ്പം പുക കയറാൻ തുടങ്ങി. വർത്താനം കൂടിയാൽ ബാക്കി മറക്കും. ഇതൊന്നും നടക്കുകയല്ല. രണ്ടും കൂടെ നടക്കുകയല്ല എന്നുള്ളപ്പോൾ മനസ്സിലായില്ലേ. ഒരു കാര്യം ചെയ്യാം, ഇത് തീർത്തിട്ട് നമുക്ക് അവരുമായിട്ട് ഡൈനിങ് ടേബിളിൽ കാണാം. നമസ്തേ, വരൂ വരൂ വരൂ. അതെ, നിങ്ങൾ ഇവിടെ ഇച്ചിരി നേരം ഇരിക്കൂ. എനിക്കൊരു ഇച്ചിരി പണിയും കൂടെ അടുക്കളയിലുണ്ട്. അത് തീർത്തിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. ഇവിടെ ഇരുന്നോളൂ, ഇപ്പൊ വരാം. എന്തെല്ലോ നല്ല സാധനങ്ങൾ കൊണ്ടുവരുന്ന തോന്നുന്നത്. ചേട്ടാ, എന്താ വീട്ടിലത്തെ പോലെ ആക്രാന്തം കാണിക്കരുത്. നല്ല വൃത്തിയിൽ ഭക്ഷണം കഴിക്കണം, പിന്നെ ഭക്ഷണവും കഴിക്കണം, സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇതിൽ കൂടുതൽ ഗമ പിടിച്ചേക്കാൻ പറ്റൂല. ഇന്നലെ രാത്രി മുതൽ ഒന്നും തിന്നാത്തോണ്ടല്ലേ വയറ് നിറച്ചും കേസാ. ചേച്ചി അടിപൊളി സാധനം കൊണ്ടുവരും. നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. പക്ഷേ ഇല്ലേ, ആനീസ് കിച്ചണിൽ വന്നാൽ അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ചേച്ചി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, വായിൽ വെക്കാൻ പറ്റില്ലെന്ന് കേട്ടു. അതൊക്കെ ഞാൻ വിളിച്ചെടുക്കും. ഞാൻ എൻ്റെ അടുത്ത് നെറ്റിവാക്കി കഴിയുള്ളൂ. പക്ഷേ മിത്തേട്ടോ, ഇതോ നിങ്ങളുടെ ഈ ഒരു സാധനം വിടരുത്. ഗമയിലിരുന്നോളണം, നല്ല ഡീസൻ്റ് ആയിട്ടിരിക്കും കേട്ടോ. വീഡിയോയിൽ പോലെ കൂതറ കളി കളിക്കരുത്. ചേച്ചി വരുന്ന കാണുന്നില്ലല്ലോ. കുറേ സാധനം ഉണ്ടാവും. വയറ് നിറച്ചപ്പോ എന്താണ് ഇവിടെ ഒരു കുശുകുശുപ്പ്? എന്നെ പറ്റിയാന്നാ? അടിപൊളി സാധനം കഴിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു. അടിപൊളി സാധനം കഴിക്കാൻ കിട്ടും. സത്യാണോ? അതാ നിങ്ങളെ റീലിൽ കാണുന്ന പോലെ തന്നെയാണ് ഇപ്പൊ കാണിച്ചത്. തമ്മിൽ തല്ലായിരുന്നോ? നമ്മൾ ഭയങ്കര സ്നേഹമാണ്. ആണല്ലേ? അത് ഞാൻ റീൽ കാണുമ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണുമ്പോ എനിക്ക് ചോദിക്കണമെന്ന്, ഇതുപോലെയാണോ ജീവിതത്തിൽ എന്ന്. അതോ സത്യം പറയണം, എന്നെ പറ്റി പരദോഷം പറഞ്ഞാണോ? അയ്യോ, ചേച്ചിനെ പറ്റി നമ്മൾ ഒരിക്കലും പരദോഷണം പറയില്ല. ഉറപ്പിച്ചല്ലോ അല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിപ്പോ എവിടെ എന്ത് പറഞ്ഞാലും എന്റെ പ്രേക്ഷകർ മൊത്തം കേട്ട് കഴിഞ്ഞു. അവരെന്നോട് പറയൂട്ടോ, അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാലോ അല്ലേ? അതെ. ഇത്തവണ ഭയങ്കര ഒരു സംശയം, കഴിക്കാൻ ജ്യൂസ് മാത്രമേ ഉള്ളൂ. അയ്യോ ഇല്ല, ഞാൻ കാര്യമായിട്ട് തരും. കാര്യം അത് മെറിയുടെ സംശയമായിരുന്നു. മെറി പറഞ്ഞു, അയ്യോ മിത്തോട്ടാ ചേച്ചി ജ്യൂസ് മാത്രമേ ഉണ്ടെന്ന്. അല്ല, ശരിക്കും ജ്യൂസ് മാത്രമേ ഉള്ളൂ. നമ്മള് കുറെ എപ്പിസോഡ് കണ്ടപ്പോ കുറെ സാധനങ്ങൾ നല്ല കളർഫുൾ ആയിട്ടുള്ള സത്യം. ഞാൻ എന്റെ ആനീസ് കിച്ചണിൽ വരുന്ന എല്ലാവർക്കും നിറച്ച് ഭക്ഷണം കൊടുത്തേ വിടുള്ളൂ. അത് കുറച്ച് വിഷമിക്കേ വേണ്ട. ജ്യൂസ് പിന്നെ മര്യാദയുടെ ഭാഷയിൽ നമ്മൾ ആദ്യം തരണമല്ലോ. തന്നില്ലെങ്കിൽ വിഷമിക്കും. കാരണം ഇന്നലെ രാത്രി മുതൽ ഒന്നും തിന്നിട്ടില്ല ഇവിടെ വരുന്നോണ്ട്. ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ലേ? ആരുണ്ടാക്കി കൊടുക്കും? മിരി ഒന്നും ഉണ്ടാക്കാറില്ല. ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പറയാം. ആരെങ്കിലും ഒരാൾ പറയൂ. മെറിയുടെ ബെസ്റ്റ് ഐറ്റംസ് ഞാൻ പറയാം. പരിപ്പ് കറി,
പിന്നെ പച്ചരിച്ചോറ്, അത് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇഷ്ടാ. എനിക്ക് ദാൽ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനത് കുക്ക് ചെയ്യേണ്ടി വരാറില്ല. എനിക്ക് ഭയങ്കര ഒരു സ്നേഹനിധി ഒരു അമ്മയെ കിട്ടിയിട്ടുണ്ട്. അമ്മ എല്ലാം ചെയ്യും. പിന്നെ അമ്മക്ക് ഭയങ്കര നിർബന്ധം മോന് അമ്മ തന്നെ വെച്ചുണ്ടാക്കി കൊടുക്കണം. പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാറില്ല. അതുകൊണ്ട് അമ്മേനെ ഭയങ്കര സ്നേഹിച്ച് പോളിഷ് ചെയ്ത്. ഇതൊന്നും അമ്മക്ക് അറിയില്ലല്ലോ. അതിലും വലിയ എന്താ അറിയോ, ഈ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ട് കൊണ്ടുതരും. എന്നിട്ട് അമ്മേനോട് ചോദിക്കും, എന്നോട് ചോദിക്കും ഇതെങ്ങനെയുണ്ട്, 100 പ്രാവശ്യം ചോദിക്കും. പരിപ്പറി നന്നായോ, ഇതോടെ പരിപ്പ് രസമുണ്ടോ. ഒരു ദിവസം പരിപ്പറിയിൽ കറിവേപ്പില ഇട്ടത്, ഒരു ദിവസം പരിപ്പ് കറിയിൽ ഇട്ടത്, പല വെറൈറ്റീസ് ആണ്. 100 പരിപ്പറി മാത്രം. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും പരിപ്പറി. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഫുഡ് അല്ലേ ചേച്ചി പരിപ്പ് എന്ന് പറയുന്നത്? ചേച്ചി കൂടി പറഞ്ഞോട്ടെ, എനിക്ക് തീർന്നു ജീവിതകാലം മുഴുവൻ പരിപ്പ്. ഞാനൊരു പരിപ്പായി മാറി. എനിക്ക് ഇഷ്ടമായി കേട്ടോ. എപ്പോഴും ഇത്രയും കൊല്ലായിട്ട് പരിപ്പുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല ഇതുവരെ. എനിക്ക് അതല്ല ചേച്ചി, കാരണം ഇത്രയും ഇടയ്ക്കിടയ്ക്ക് എന്നെ വീഡിയോ എടുക്കാൻ വിളിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് പരിപ്പ് കറിയാണ്. പരിപ്പ് വെള്ളത്തിലിട്ട് വേവിച്ചാൽ മതിയല്ലോ, കഞ്ഞി ഉണ്ടാക്കുന്ന പോലെ അങ്ങ് ആയിക്കോളും. അപ്പൊ മനസ്സിലായല്ലോ ആരാ ഇതിന്റെ കാരണം പിന്നില്. പരിപ്പ് കഴിച്ച് കഴിച്ച് ഇപ്പൊ എല്ലാരും പറയുന്നത് എനിക്കൊരു ഞാനൊരു പരിപ്പായി, അങ്ങനെ പറയാം. പരിപ്പ് കഴിച്ച് കഴിച്ച് ഞാൻ മടുത്ത്. പക്ഷെ ഉള്ള കാര്യം പറയട്ടോ, നിങ്ങളുടെ റീൽസ് ഒക്കെ ഭയങ്കര രസമാണ്. എന്താന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും നടക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്കൊന്ന് അതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കൂടിയിട്ട് നിങ്ങൾ ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയത്. കാര്യം നമ്മുടെ വീട്ടിനകത്ത് ഒരു പേഴ്സണൽ സാധനം അല്ലെങ്കിൽ ആരെയും കാണിക്കണ്ടെന്ന് വിചാരിക്കുന്ന ഒരു സാധനം ഈവൻ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ തമ്മിൽ തല്ലുണ്ടെങ്കിൽ പോലും അത് ഒരു പബ്ലിക്കായിട്ട് അങ്ങ് കാണിക്കല്ലോ, ഇന്ന പോലെ കാര്യമാണ്. എനിക്കൊന്ന് മെറി കംപ്ലീറ്റ് ആ ഒരു എക്സ്പ്രഷൻ പോലും ഒന്ന് മിണ്ടായിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ചോദിക്കാറുണ്ട് ശരിക്കും ഇത് നിങ്ങൾ വീഡിയോന് വേണ്ടി ചെയ്യുന്നതാണോ ഇങ്ങനെ തന്നെയാണോ? അല്ല, ഇതിലും കൂടുതലാ വീഡിയോയിൽ കാണുന്നതിലും ചിലതൊന്നും കാണിക്കാൻ പാടില്ല, സെൻസർ അടിച്ചിട്ട് വരുന്നതാ. അത്ര നല്ല അഭിപ്രായ ഭർത്താവിന്. മിത്തേട്ടന് സത്യം പറയല്ലോ, മിത്തേട്ടൻ ഒരിക്കലും എന്നോട് അടി ഉണ്ടാക്കൂല ചേച്ചി. ഞാനാണ് എപ്പോഴും അടി ഉണ്ടാക്കുക. ലാസ്റ്റ് എനിക്ക് ദേഷ്യം വരും, കാരണം നമ്മളൊരു ചുമരിനോട് സംസാരിക്കുന്ന പോലെ ഉണ്ടാവും. അതെ, ഒരു വികാരം എപ്പോഴെങ്കിലും നോക്കി ഇങ്ങനെ ആക്കിയാലായി. അതുകൊണ്ട് ഞാനിപ്പോ മടുത്ത് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല ഇപ്പൊ. അല്ല, എപ്പോഴാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ്സ് ചെയ്യാനും അങ്ങനെയൊക്കെ എപ്പോഴും ഉള്ളിൽ തോന്നിയത്? എന്നെ കിട്ടിയതിന് ശേഷം പറ. അതെ, അടിന്ന് രക്ഷപ്പെടാൻ അതേ ഉള്ളൂ. എന്തെങ്കിലും അടിയൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ ഇവരെ ഒന്ന് ബിസി ആക്കി വിടണം, വീഡിയോ ഒക്കെ ചെയ്ത്. അപ്പൊ ആക്ച്വലി മെറിയുടെ കല്യാണത്തിന് മുന്നേ മെറിയുടെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ അങ്ങ് ഇംപ്രസ് ആയിപ്പോയി. അങ്ങനെ എന്നിട്ട് ഞാൻ പാത്തും പതുങ്ങി ഒളിച്ചൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്തിട്ട് ഇവർക്ക് അങ്ങനെ ചെയ്ത് കല്യാണം കഴിഞ്ഞപ്പം വീഡിയോ ചെയ്യാൻ തുടങ്ങി. അല്ല, ഇത് കല്യാണത്തിന് മുന്നേ ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ നിങ്ങളുടെ ലവ് മാരേജ് ആണ്? അല്ല, കല്യാണത്തിന് മുന്നേ ഞാനായിരുന്നു ജസ്റ്റ് ഒരു ഡബ് സ്മാഷ് ഇങ്ങനെ ചെയ്യും. നമ്മൾ സുരഭി ചേച്ചിയുടെ അത് ഞാൻ ഇങ്ങനെ ചെയ്യായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിനെ. അപ്പം അത് കണ്ടിട്ട് മിത്തേട്ടൻ ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് അല്ല, നമ്മള് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം അറേഞ്ച് മാരേജ് ആയിരുന്നു. ഉറപ്പിച്ചതിന് ശേഷം ഞാനിങ്ങനെ അയച്ചു കൊടുക്കും. അപ്പൊ മിത്തേട്ടൻ പറയും നല്ല രസമുണ്ട്. മിത്തേട്ടൻ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാളും ഒരുമിച്ച് ആ രംഗത്തേക്ക് വന്നു. അങ്ങനെയാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഫാമിലി ഓഡിയൻസിന്റെ കുറെ സപ്പോർട്ട് ആയിരുന്നു. നമ്മൾ ഈ റിലേറ്റബിൾ വീഡിയോ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് തോന്നി ഇത് നമ്മുടെ ഒരു ബെസ്റ്റ് ആണ്, ടേണിംഗ് പോയിന്റ് ആണ്. അങ്ങനെ തുടങ്ങി കണ്ടിന്യൂ ചെയ്തു. ഓൾമോസ്റ്റ് 4 years ആയില്ലേ, 4 to 5 years ആയി. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നല്ലൊരു കെമിസ്ട്രി കാണുമ്പോൾ അറേഞ്ച് മാരേജ് ആണ് അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. വീട് രണ്ടാളുടെ അടുത്താണ്, ഒട്ടും വിശ്വസിക്കാൻ പോകുന്നില്ല. ജോലി ചെയ്യുന്നത് രണ്ടുപേരും ബാംഗ്ലൂരായിരുന്നു, താമസിച്ചത് രണ്ടുപേരും 13th മെയിനും 16th മെയിനും, 3 മെയിനിന്റെ ഡിഫറൻസ്. പിന്നെ നിങ്ങൾ അറേഞ്ച് മാരേജ് എന്നുള്ളത് മാറ്റം. നിങ്ങളായിട്ട് ഇനി അത് കുത്തി കയറ്റിയത് അറേഞ്ച് ആണ് കണ്ടിട്ടില്ല ചേച്ചി. പെണ്ണ് അങ്ങനെയല്ല, പെണ്ണ് കാണാൻ വന്നപ്പോഴാണ് നമ്മൾ കാണുന്നത് പരസ്പരം ആദ്യമായിട്ട്. ഓക്കെ, ആര് വിശ്വസിച്ച എല്ലാരും കൊള്ളാം ഈ പറയുന്നതൊക്കെ. നമ്മുടെ കല്യാണം പെണ്ണ് കാണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. അയ്യോ, അത് ഭയങ്കര ആക്ച്വലി കരൺ ജോഹർ മൂവിയില് ഷാറൂഖ് ഖാൻ കാജലിനെ കാണാൻ പോകുന്നത്. ബാംഗ്ലൂരിൽ വീട്ടില് ഇവരുടെ സിസ്റ്റർ വന്ന് എന്നെ കണ്ടു. ഞാൻ ലീവിന് വന്ന സമയത്തായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോയപ്പോൾ നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കോഫി ഡേയിൽ വെച്ചിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഫസ്റ്റ് മിത്തേട്ടനെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചേച്ചി. കാരണം മുടിയൊക്കെ കളർ ചെയ്ത് അങ്ങനെ പറയുകയും ചെയ്തു.
അത് ഒരു ഞാൻ മടിയും WhatsApp-ല് കൂടാതെ message അയച്ചു. ഞാൻ എന്താണ് ആ ഡയലോഗ് യു ആർ നോട്ട് ദ പേഴ്സൺ ഐ എം ലുക്കിംഗ് ഫോർ. മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അപ്പൊ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. പിന്നെ കണ്ടതും കൂടിയില്ല. എന്റെ ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിൽ ഒക്കെ കണ്ടിട്ട് പറഞ്ഞു നിങ്ങളെ പോലത്തെ ആളെയല്ല ഞാൻ നോക്കുന്നത്, കോമാളി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ ഇംഗ്ലീഷിൽ കുറച്ച് ഡീസെന്റ് ആയി പറഞ്ഞു. അപ്പം എന്നിട്ട് പറഞ്ഞു എനിക്ക് ആകെ ദേഷ്യമായി. നമ്മളൊരാൾ കാണാണ്ട് നമ്മൾ അങ്ങ് ജഡ്ജ് ചെയ്ത പോലെ ആയിട്ട് ഞാൻ എൻ്റെ പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഇതെന്ത് കൂട്ടി ഇവളെയാ നീ കണ്ടുവച്ചത്, എനിക്ക് എന്തായാലും കണ്ടേ പറ്റുള്ളൂ, കല്യാണം പിന്നെയല്ലേ ആദ്യം ഒന്ന് കണ്ടിട്ട്. അങ്ങനെ വിളിച്ച് പിന്നെയും അൺബ്ലോക്ക് ചെയ്തു, പോയി കണ്ടു. കണ്ടപ്പോ എനിക്കിഷ്ടായില്ല. അല്ലല്ല, കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, കാരണം എനിക്ക് ഇവര് തന്ന പിക്ചർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. ഭയങ്കര അനിയത്തി കണ്ടപ്പം എനിക്ക് ഹെയർ ഉണ്ടായിരുന്നു, കുറച്ചും കൂടി നാടൻ സുന്ദരിയായിരുന്നു വീട്ടിലിരിക്കുമ്പോ. പക്ഷെ മിത്തായിട്ടിന് ഇഷ്ടപ്പെടണ്ടെന്ന് വെച്ചിട്ട് ആക്ച്വലി ഞാൻ മുടി കട്ട് ചെയ്തു. വെച്ചാൽ ബാംഗ്ലൂർ പോകുമ്പോൾ ഞാൻ മുടി കട്ട് ചെയ്തിട്ടാ പോയത്. അപ്പൊ അയച്ചു കൊടുത്ത ഫോട്ടോയില് ലോങ് ഹെയർ ആയിരുന്നു. മിത്തായിട്ടിന് ലോങ് ഹെയർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുടിയില്ല. പിന്നെ ഒരു മോഡേൺ ഗേളാന്ന് പറഞ്ഞു. എനിക്ക് ബാംഗ്ലൂരിൽ മോഡേൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടി വേണമെന്നാണ്. മോഡേൺ നോക്കിയപ്പോൾ മിതി വന്നത് ഒരു സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു കുട്ടീനെ പോലെ. അങ്ങനെയല്ല, അങ്ങനെ ആക്ഷേപിക്കരുത്. നാട്ടിൻപുറത്ത് കുട്ടികളെ മോശമെന്നല്ല എന്ത് സുന്ദരിയാ എന്നിട്ട് ഞാൻ പോയി നോക്കിയപ്പോ മെരി അങ്ങനെ സാധാരണ ഒരു മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല, വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി വന്ന പ്ലാനിങ്ങിൽ വന്നതാ. ഇയാൾ എങ്ങനെയെങ്കിലും റിജക്ട് ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ മിത്തായിട്ട് വന്ന കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിരുന്നു ചേച്ചി. അന്ന് ബൊക്കെ ഒക്കെ ഇട്ട് ബ്ലേസർ ഒക്കെ ഇട്ട് ശരിക്കും കോട്ട് സൂട്ടൊക്കെ ഞാനിങ്ങനെ അയ്യോ ഇയാളെ ഞാൻ ഇങ്ങനെ കാണാൻ വന്നത്. പിന്നെ അതങ്ങ് ഉറപ്പിച്ചൊന്നുമില്ല. ഓൾമോസ്റ്റ് 1 year എടുത്തു നമ്മുടെ കല്യാണം ഫിക്സ് ആവാൻ വേണ്ടിട്ട്. ആദ്യം മെരീജ് റിജക്ട് ചെയ്തു, പിന്നെ ഞാൻ റിജക്ട് ചെയ്തു, പിന്നെ ഫാമിലി രണ്ടു മാസമാണോ ഗ്യാപ്പ്? ശരിക്കും അങ്ങനെ ആയിരുന്നു ചേച്ചി. അങ്ങനെ റിജക്റ്റ് ആയി എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് തന്നെ വന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുന്ന മേരിയുടെ എക്സ്പ്രഷനാണ്. എനിക്കോ കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് തന്നെ വന്നു, ഒരു ഇംപ്രഷനും ഇല്ല ഫേസിനകത്ത്. ശരിക്കും ആക്ച്വലി നിങ്ങളുടെ പേര് ഇത് തന്നെയാണ്? എന്റെ പേര് ഋതുഷ എന്നാണ്. ഞണ്ടിന്റെ പോലത്തെ ഇങ്ങനെയുള്ള ഋതുഷ. മിത്താട്ടിന്റെ പേര് മിത്താട്ടൻ. ഞാൻ എന്റെ പേര് ഞാൻ പറയില്ല, എന്റെ പേര് മീഥുൻ തന്നെ. കണാരൊന്നല്ല, മിഥുൻ. മിഥുൻ ഞാൻ മാറ്റിയിട്ടത്. പക്ഷെ മിത്താട്ടിനെ വിളിക്കുന്ന മീത്ത്. വേറെ ഒരു കോമഡി പറയട്ടെ ചേച്ചി. ഞാൻ ഫസ്റ്റ് ഫേസ്ബുക്ക് നോക്കുമ്പോ മിത്താട്ടിന്റെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വന്നതാണ്. മിത്താട്ടിന്റെ ഫേസ്ബുക്ക് ഫസ്റ്റ് നമ്മള് പെണ്ണാണോ നമ്മൾ ചെക്ക് ചെയ്യല്ലോ. അപ്പൊ പേര് അലഹാൻഡ്രോ വിവേറെ. ആരെങ്കിലും ഇഷ്ടപ്പെടുവോ ചേച്ചി? ഫേക്ക് അല്ലേ അത്? അലഹാൻഡ്രോ പേര്. അതെ, അലഹാൻഡ്രോ വിവേറെ എന്നൊക്കെ. അപ്പോഴേ കൊച്ചു തീരുമാനിച്ചു വേണ്ട. നാട്ടിൽ നിന്നൊക്കെ പറയാം അങ്ങനെ ഫേക്ക് പേരൊക്കെ ഇട്ട്. ഫേക്ക് പേരല്ല, എനിക്കിങ്ങനെ വേറെ വേറെ പേരിടാൻ ഭയങ്കര എനിക്കൊരു കൗതുകം തോന്നിയ. നമ്മളുടെ മോന്റെ പേരും അങ്ങനെ ഇപ്പെട്ടത് സൈറസ് മിലിയോ. ഞങ്ങള് മിലിയോ കേട്ടിട്ടുണ്ട്. സൈറസ് ആക്ച്വലി പേര്. അപ്പൊ മിലിയോ എന്റെ കൂടെയുള്ള പേര്. അങ്ങനെയല്ല, മിലിയോന്ന് ജസ്റ്റ് ഞാൻ ഇട്ടതാണ്. വെറൈറ്റി അർത്ഥമൊക്കെ ഉണ്ട്. ഇന്റലിജന്റ് ഒക്കെയാണ്. ഇന്റലിജന്റ് എക്സലൻസ്. പക്ഷെ ഞങ്ങള് പ്രേക്ഷകർക്ക് കൊച്ചിന്റെ പേര് മിലിയോ എന്ന് മാത്രമേ. അപ്പൻ ഏത് നേരവും കൊച്ചു കയ്യിലിരിക്കുമ്പോഴത്തേക്ക് കൊച്ചിനെ വിളിക്കുന്നത് ഞങ്ങളൊക്കെ കേൾക്കുന്നതല്ലേ. അതുകൊണ്ട് അത് ഭയങ്കര ഫാമിലിയർ ആണ്. പിന്നെ വീട്ടില് മോളുടെ വീട്ടിലെല്ലാരും ഈ വ്ളോഗൊക്കെ ചെയ്യുന്നതിൽ ഭയങ്കര സപ്പോർട്ടാണ്. ആദ്യമൊക്കെ കുറച്ച്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ വർക്ക്. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പം എൻ്റെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അച്ഛനും അമ്മക്കും അത് തന്നെ ഇഷ്ടം, ഞാൻ അത് ചെയ്യുന്നത്. അപ്പം പിന്നെ ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പം ആദ്യമൊക്കെ ആൾക്കാർ എഗെയിൻസ്റ്റ് ആയിരിക്കുമല്ലോ ചേച്ചി. ചെയ്യാം എന്തോ കോപ്രായം കാണിച്ചു കൂട്ടുന്നു വീഡിയോയിൽ, എല്ലാവരും കാണുന്നു, ഇതെന്താ നിൻ്റെ മോൾ ഇങ്ങനെയെന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ കേട്ടിട്ട് അച്ഛൻ പറയും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ വേണ്ടാന്ന് ഒരു സമയത്ത് പറഞ്ഞു. നമ്മളുടെ ഒരു ഫോട്ടോഷൂട്ട് ഒന്ന് ഭയങ്കരമായിട്ട് വൈറലായി പോയി. അതിന് പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും.
ഈ നെഗറ്റീവ് മാത്രം കണ്ടിട്ട് അച്ഛൻ അയച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കമന്റ് ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. അപ്പൊ അച്ഛനത് ഭയങ്കര ഹേർട്ടായി. നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, അത് നാണക്കേടല്ലേ എന്നൊക്കെ. അച്ഛൻ അങ്ങനെയല്ല, അച്ഛനൊക്കെ വളർന്ന രീതിയും ആ ജനറേഷൻ വേറെ ആണല്ലോ, അങ്ങനെ ചിന്തിച്ചു. പക്ഷെ മിത്തേട്ടൻ ആള് മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന ഒരാളാണ് മിത്തേട്ടൻ. അച്ഛനോട് ഞാൻ ആ കാര്യത്തെ കൊണ്ട് സംസാരിച്ചില്ല. ഇപ്പൊ ഓൾമോസ്റ്റ് 3 years മോളിലായിട്ടുണ്ടാവും. ഹാപ്പിയാ. അച്ഛൻ അതിനുശേഷം ഇതുവരെ നമ്മളോട് വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അമ്മ നമ്മുടെ മിറീന്റെ അമ്മ സ്റ്റാറ്റസ് ഒക്കെ നോക്കും, ഇൻസ്റ്റാഗ്രാം എല്ലാം നോക്കും. എന്നിട്ട് പറയാം കണ്ടില്ല നിങ്ങളെ വീഡിയോ. ഇപ്പൊ ഫുൾ സപ്പോർട്ടാ. മിത്തേട്ടൻ ഭയങ്കര എന്താ പറയാ ഒരു മെന്റർ ആക്ച്വലി. നമ്മളിപ്പം നെഗറ്റീവായി ഇരിക്കുമ്പം ആര് വന്ന് സംസാരിച്ചാൽ ആളെ പോസിറ്റീവ് ആക്കി വിടും. കാണുമ്പോ ഒരു കുട്ടി ചെക്കനെ പോലെ ഇല്ലേ, വിചാരിച്ച പോലെ അല്ല. ഭയങ്കര എന്താ പറയാ ബുദ്ധി കൂടുതലാ. ബുദ്ധി കൂടുതലാണ്. ഓക്കെ, എന്തായാലും നിങ്ങളോട് വർത്താനം പറഞ്ഞ സമയം പോകുന്ന അറിയത്തില്ല. ഞാൻ ആദ്യം പോയി ഭക്ഷണം ചോദിച്ചില്ലേ എന്നോട്, നോക്കട്ടെ ഞാൻ എന്നതേലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരാനേ. അങ്ങനെ പറയരുത്. Ali's Kitchen. Let's cook with love.